Good morning. Good morning. Okay. ഇവിടെ ആരും കാണാൻ പറ്റുന്നില്ലല്ലോ. മാക്സിമം ഒന്ന് വീഡിയോ ഓൺ ചെയ്യാവോ? ഓക്കെ അഖിലച്ചമ്മ, താങ്ക് യു. കൃഷ്ണമൂർത്തി സർ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഓരോരുത്തരായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഓരോരുത്തർ പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ ഓൺ ചെയ്യാം. ഓക്കെ. Good morning also. അപ്പൊ നമുക്കിത് ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഷന്റെ പോസ്റ്റർ എല്ലാവരും ഗ്രൂപ്പിലും മറ്റു ഗ്രൂപ്പുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷൻ എടുക്കുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ടുള്ള അജിത് ജിജോ സാറാണ്. ഓക്കെ, സാറുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കംഫർട്ട് സോൺ ആണ്. ഓക്കെ, ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഈ ഒരു സെഷൻ എടുക്കാൻ വേണ്ടി അജിത് സാറെ ഇൻവൈറ്റ് ചെയ്യാണ്. അജിത് സർ, പ്ലീസ് വെൽക്കം സർ. ഹലോ, ഗുഡ് മോർണിംഗ്. ഓഡിബിൾ ആണല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്. Okay. Shall we start? Sure, ചെയ്തോളൂ. Start ചെയ്യ്. Okay. So, a warm good morning to one and all. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേരുന്നു. നല്ലൊരു മെഡിറ്റേഷൻ എല്ലാം കഴിഞ്ഞ് നല്ല ഊർജ്ജസ്വലതയായിട്ട് നല്ല പോസിറ്റീവ് ആയിട്ടിരിക്കുന്ന എല്ലാവരുടെ മനസ്സിലേക്ക് ഒരുപക്ഷെ നമ്മളെല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാകുന്ന, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ ആലോചിച്ചിട്ടുള്ള, എവിടെയെങ്കിലുമൊക്കെ കേട്ടിട്ടുള്ള ഒരു വിഷയമായിരിക്കും കംഫർട്ട് സോൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളതും നമ്മൾ കേട്ടിട്ടുള്ളതുമായിട്ടുള്ള ഈ സാധനത്തിനെ അല്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റിനെ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മളത് മനസ്സിലാക്കുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. കാരണം ചില കാര്യങ്ങൾ നമ്മൾ ഓർക്കുമ്പോഴേ അതിന് ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതും അതിന്റെ വലുപ്പം എന്താണെന്നുള്ളതും അതിന് ന്യായം എന്താണെന്നുള്ളതും നമ്മൾ തിരിച്ചറിയത്തുള്ളൂ. അപ്പോൾ അതിനൊരു ഉണർവായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ അതിനൊരു തോട്ട് പ്രോസസ് ആവട്ടെ, ഇനിയും അത് ഓർക്കാനുള്ള ഒരു അവസരമാവട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ്. നമുക്കൊരു കുഞ്ഞു കഥയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഒരു കുട്ടിക്കഥ. കഥ എങ്ങനെയാണ്? ചിലപ്പോൾ പലപ്പോഴും പലരും കേട്ടിട്ടുള്ള ഒരു കഥയായിരിക്കാം. കഥയിൽ ഇങ്ങനെയാണ്: ഒരു രാജാവ്, ആ രാജാവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ലോകത്തിൽ ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പരുന്തിനെ തന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്ന് ആ കൊട്ടാരത്തിൽ ലോകത്തിൽ ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പരുന്ത് തന്റെ കയ്യിൽ ഉണ്ടാവണം എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി ആ രാജാവ് ഒരുപാട് ശ്രമിച്ചു. ഒരുപാട് നാട്ടിലൂടെ ഒരുപാട് സ്ഥലത്തു കൂടെ അലഞ്ഞു, ഒരുപാട് സഞ്ചരിച്ചു. എന്നിട്ട് ലോകത്തിൽ ഏറ്റവും ഉയരത്തിൽ പറക്കാൻ ശേഷിയുള്ള, കഴിവുള്ള, കപ്പാസിറ്റിയുള്ള പരുന്തിനെ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. അദ്ദേഹം ആ പരുന്തിന് ആദ്യത്തെ 2 ദിവസം വരെ 2-3 ദിവസം അദ്ദേഹം ആ പരുന്തിനെ നല്ല ട്രെയിനിങ് കൊടുത്തു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. പരുന്ത് അദ്ദേഹം ഉദ്ദേശിക്കുന്ന ലെവലില്, അദ്ദേഹം പ്രതീക്ഷിച്ച ഉയരത്തില് ആ പരുന്ത് പറക്കുന്നില്ല. രാജാവിന് അതിഭീകരമായിട്ടുള്ള വിഷമമായി. കാരണം അദ്ദേഹം ഇത്രയും കഷ്ടപ്പെട്ട് ഏറ്റവും സവിശേഷമായിട്ടുള്ള പരുന്തിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ആ പരുന്ത് പറക്കുന്നില്ല. രാജാവിന് വിഷമമായി. രാജാവ് പിന്നെ ശ്രമിച്ചത് ലോകത്തിലെ ഏറ്റവും നല്ല ട്രെയിനർമാരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഈ പരുന്തിനെ പറത്താൻ പറ്റുന്ന, പരുന്തിനെ ഉയരത്തിലേക്ക് പറത്താൻ പറ്റുന്ന ഏറ്റവും നല്ല ട്രെയിനേഴ്സിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അദ്ദേഹം നടത്തി. ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന്, നാനാ ദിക്കിൽ നിന്ന് വ്യത്യസ്ത തരത്തിലുള്ള ആൾക്കാര്, വ്യത്യസ്ത ട്രെയിനേഴ്സ്, വ്യത്യസ്ത കഴിവുകളുള്ള പ്രഗത്ഭരായിട്ടുള്ള ട്രെയിനേഴ്സിനെ കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ കഴിവുകൾ തെളിയിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിച്ചു. പക്ഷെ ഒരു ട്രെയിനർ വരും, ആദ്യത്തെ ഒരാഴ്ച കഴിയും, 2 ആഴ്ച കഴിയും, പക്ഷെ പരുന്ത് മാത്രം പറന്നില്ല. 2ാമത്തെ ആള് വന്നു, 3ാമത്തെ ആള് വന്നു, 4ാമത്തെ ആള് വന്നു. ആൾക്കാർ മാറി മാറി വരുന്നു എന്നല്ലാതെ പരുന്ത് മാത്രം പറന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാജാവിന് ഒരു ബുദ്ധിയും കൂടെ വരുന്നത്. ഇനി ഒരു ലാസ്റ്റ് ട്രൈയും കൂടെ നടത്താം. അദ്ദേഹം ഒരു ഓഫർ ഇടുകയാണ്. ആർക്ക് വേണമെങ്കിലും ഈ പരുന്തിനെ വന്ന് ട്രെയിൻ ചെയ്യാം. ഇന്ന ട്രെയിനർ ആവണമെന്നില്ല, ഇന്ന ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാവണമെന്നില്ല. ആർക്ക് വേണേലും, ഇറ്റ്സ് ഓപ്പൺ ടു ദ പബ്ലിക്. ആർക്ക് വേണേലും പരുന്തിനെ വന്ന് പറത്താം. ഏറ്റവും ഉയരത്തിൽ പരുന്ത് പറക്കണം, പരുന്ത് പറന്ന് പൊന്തണം. അങ്ങനെ പൊന്തിക്കാൻ പറ്റിയാൽ, പരുന്തിനെ പറത്താൻ പറ്റിയാൽ അവർക്ക് ജീവിതത്തിൽ ഏറ്റവും നല്ല മനോഹരമായിട്ടുള്ള സമ്മാനങ്ങൾ രാജാവ് കൊടുക്കുമെന്ന് അങ്ങോട്ട് അനൗൺസ് ചെയ്തു. രാജാവ് നോക്കി, കുറെ അപ്പോഴും നല്ല പ്രഗത്ഭരായിട്ടുള്ള കുറെ ആൾക്കാർ ഇവിടെ വരുന്നു, പിന്നെയും ട്രെയിൻ ചെയ്യുന്നു. ഒരു ദിവസം രാവിലെ നോക്കിയപ്പോൾ ഇവരൊന്നും ചെയ്തിട്ടും ഈ പരുന്ത് ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് പറക്കുന്നില്ല. ഒരു ദിവസം രാജാവ് രാവിലെ എഴുന്നേറ്റ് രാജാവിന് മട്ടുപ്പാവിൽ നോക്കുന്ന സമയത്ത് ഒരു വയസ്സായ വൃദ്ധൻ, ഒരു കർഷകൻ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു വരികയാണ്. ആ വൃദ്ധനായിട്ടുള്ള മനുഷ്യൻ കൊട്ടാരത്തിലേക്ക് കടന്നു വന്ന് രാജാവിനോട് പറയാണ്, രാജാവേ, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന്. രാജാവിന് വിശ്വാസം വന്നില്ല. പിന്നെ എല്ലാവരും ശ്രമിച്ചു നോക്കിയതല്ലേ, ഇനി ആരും ബാക്കിയില്ലല്ലോ.
എന്നാ പിന്നെ ഇദ്ദേഹത്തിന് കൂടെ ഒരു അവസരം കൊടുത്തേക്കാമെന്ന് കരുതിയിട്ട് ഇദ്ദേഹത്തിനും കൂടെ രാജാവ് ഒരു അവസരം കൊടുക്കുകയാണ്. ആ അവസരം കൊടുത്ത് ആദ്യത്തെ ദിവസം പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല, രണ്ടാമത്തെ ദിവസം പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഒരു നാലാമത്തെ ദിവസം രാജാവ് രാവിലെ എഴുന്നേറ്റ് പുറത്തു നോക്കുന്ന സമയത്ത് അങ്ങ് ആകാശത്തിന്റെ ഉയരങ്ങളിലേക്ക് പറന്നു പൊന്നുന്ന ആ പരുന്തിനാണ് അദ്ദേഹം കാണുന്നത്. രാജാവിന് ആശ്ചര്യമായി. ലോകത്തെ ഏറ്റവും മികച്ച ട്രെയിനേഴ്സിനെ കൊണ്ടുവന്നിട്ട്, ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളെ കൊണ്ടുവന്നിട്ട് ഈ പരുന്തിനെ പറത്താൻ നോക്കിയിട്ട് പറ്റാത്തൊരു കാര്യം, എങ്ങനെയാണ് വളരെ സാധുവായിട്ടുള്ള ഒരു മനുഷ്യനെ കൊണ്ട് ഇത് നടത്തിയെടുക്കാൻ വേണ്ടി പറ്റിയത് എന്നുള്ളത്. എന്നിട്ട് രാജാവ് അദ്ദേഹത്തോട് ചോദിച്ചു, ഹൗ ഇസ് ദിസ് പോസിബിൾ? ഇത് എങ്ങനെ തങ്ങളെ കൊണ്ട് ഇത് നടത്തിയെടുക്കാൻ സാധിച്ചു എന്നുള്ളത്. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു മറുപടി, രാജാവെ, ഞാൻ ആകെ ചെയ്ത ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഈ പരുന്ത് വിശ്രമിക്കാനിരിക്കുന്ന ഒരു കൊമ്പുണ്ട്, ആ കൊമ്പ് ഞാൻ അങ്ങ് മുറിച്ചു കളഞ്ഞു. ഈ പരുന്ത് വിശ്രമിക്കാനിരിക്കുന്ന ഒരു കൊമ്പുണ്ട്, ആ കൊമ്പ് ഞാൻ അങ്ങോട്ട് മുറിച്ചു കളഞ്ഞു. ആ കൊമ്പ് മുറിച്ചു കളഞ്ഞപ്പോൾ ഇപ്പോൾ പരുന്തിന് ഗത്യന്തരമില്ലാതെ അത് അന്വേഷിക്കുകയാണ്, ഇരിക്കാൻ ഒരു കൊമ്പ് അന്വേഷിച്ച് നടക്കുകയാണ്. ആ കൊമ്പ് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് അത് പറന്ന് ഉയരങ്ങളിലേക്ക് പറന്ന് പൊന്തി തുടങ്ങി എന്നുള്ളത്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ. നമ്മളെല്ലാവരും ഒരു കൊമ്പിന്റെ പുറത്തിരിക്കുക. ഈ കൊമ്പെന്ന് പറയുന്നത് നമ്മുടെ ഭയത്തിന്റെ കൊമ്പാവാം. നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഒരു സാധനം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പേടി. ഈ പേടിയുടെ കൊമ്പിന് പുറത്തിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. നാട്ടുകാരെന്ത് വിചാരിക്കും, അപ്പുറത്തിരിക്കുന്നവർ എന്ത് വിചാരിക്കും, ഇപ്പുറത്തിരിക്കുന്നവർ എന്ത് വിചാരിക്കും, ഞാൻ എങ്ങനെ ചെയ്താൽ എന്ന ഒരു കൊമ്പിന്റെ പുറത്ത് ഇരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. കോൺഫിഡൻസ് ഇല്ലായ്മയുടെ കൊമ്പിന് പുറത്തിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്, നല്ല കാലിബർ ഉണ്ട്, നല്ല കഴിവുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് അത് എക്സൽ ചെയ്യാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിനുള്ള കോൺഫിഡൻസ് ഇല്ല. കോൺഫിഡൻസ് ഇല്ലാത്ത പ്രശ്നം കാരണം ആ ഭയത്തിൻ്റെതായിട്ടുള്ള കൊമ്പിന് പുറത്തിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റുമോ എന്നുള്ളൊരു ചിന്തയുടെ പുറത്ത് ടെൻഷൻ അടിച്ചിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അങ്ങനെ വ്യത്യസ്ത തരത്തിൽ വ്യത്യസ്ത രീതിയിലുള്ള കൊമ്പുകൾ നമ്മൾ തന്നെ നമുക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്നതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള പങ്ക് വഹിക്കുന്ന ഏറ്റവും അതിഭീകരമായിട്ടുള്ള കാര്യം. യെസ്, പറയാൻ വിട്ടുപോയതാണ് മടി. അത് ഏറ്റവും നല്ല കൊമ്പുകളിൽ ഒന്നാണ്. പക്ഷെ മടിക്കൊരു പ്രത്യേകതയുണ്ട്. ലോകത്തിലെ ഏറ്റവും നല്ല ഇന്നോവേഷൻസ് സക്സസ് നടത്തിയിട്ടുള്ള ആൾക്കാർ ഏറ്റവും നല്ല മടിയന്മാരാണ്. കാരണം പണിയെടുക്കാൻ പറ്റാത്തവര് അത് ഓവർകം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു വഴി കണ്ടുപിടിക്കുകയും, ഒന്ന് ആലോചിച്ചാൽ മതി, നമ്മുടെയൊക്കെ ചെറുപ്പത്തില് അല്ലെങ്കിൽ പണ്ട് പുരാതനമായിട്ടുള്ള ആൾക്കാരില് മാവിലെ മാങ്ങ ഒരു ഉയരത്തിന്റെ മുകളിലേക്ക് പോയി, നമ്മുടെ കയ്യെത്തുന്നതിന്റെ മുകളിലേക്ക് പോയി. സത്യം പറഞ്ഞാൽ മരത്തിന്റെ മുകളിൽ കയറാനുള്ള നമ്മുടെ മടിയല്ലേ തോട്ടി ഉണ്ടാക്കിയേ, അല്ലെ? മരത്തിന്റെ മുകളിൽ വലിഞ്ഞു കയറാനുള്ള നമ്മുടെ മടിയാണ് നമ്മളെ കൊണ്ട് തോട്ടി ഉണ്ടാക്കിപ്പിച്ചത്. ഇതേപോലെയാണ് എല്ലാ ഇന്നോവേഷൻസും. എന്തോ യെസ്, ഇതേപോലെയുള്ള യെസ് മാം, ഇതേപോലെയുള്ള എല്ലാ ഇന്നോവേഷൻസും എല്ലാ കണ്ടുപിടുത്തങ്ങളും നല്ല മടിയന്മാരായിരിക്കും ചെയ്തിട്ടുണ്ടാവുന്നത്. പക്ഷെ ആ മടിയന്മാരാണെങ്കിൽ പോലും ആ മൊമെന്റിൽ ഈ പറയുന്ന കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് മരത്തിന് മുകളിൽ കയറാൻ പറ്റുന്നില്ലെങ്കിൽ എന്താ, വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അന്വേഷിച്ച് ആ തോട്ടി ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു കഴിവുണ്ട്, ഒരു ചിന്തയുണ്ട്, ഒരു തോട്ട് പ്രോസസ് ഉണ്ട്. അത് നമ്മുടെ കംഫർട്ട് സോണിന്റെ ബ്രേക്കിംഗ് ആണ്. പക്ഷെ പലപ്പോഴും കണ്ടിട്ടുള്ളത് ചില ആൾക്കാരുടെയൊക്കെ ഒരു തോട്ട് പ്രോസസ്സിൽ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് അങ്ങോട്ട് ബ്രേക്ക് ചെയ്യും വിത്തൗട്ട് ഹാവിങ് പ്രോപ്പർ പ്ലാൻ. പ്രത്യേകിച്ച് ഒരു പ്ലാൻ ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ പൊക്കൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിന് വെറുതെ നമ്മുടെ കൊമ്പങ്ങ് മുറിച്ചു കളയും. നല്ല രീതിയിൽ നല്ലൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഒരു 5-6 വർഷമായിട്ട് നമ്മളൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ദിവസം രാവിലെ എന്നിട്ട് തോന്നുകയാണ് ഈ ജോലി ഇങ്ങനെ ചെയ്താൽ പറ്റൂല എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം പോയിട്ട് നമ്മൾ റിസിഗ്നേഷൻ ലെറ്റർ ഇടും. എന്നിട്ട് 4 ദിവസം വീട്ടിൽ വന്നിരിക്കും. അങ്ങനെയാണോ ശരിക്കും കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യേണ്ടത്? അല്ല. സ്റ്റെപ്പ് ബൈ പ്രോസസ്സാണ് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത്. ഒറ്റയടിക്ക് നമ്മൾ ബ്രേക്ക് ചെയ്തെടുക്കുക എന്നുള്ളതല്ല, സ്ട്രാറ്റജിക്കലി പ്ലാൻ ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ ക്ലിയർ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. റൈറ്റ്. അപ്പോൾ എന്താണ് ഈ സ്ട്രാറ്റജിക്കൽ പ്ലാനിങ്ങിന്റെ ഇമ്പോർട്ടൻസ്? എന്തിനാണ് നമ്മൾ കൃത്യമായിട്ട് സ്ട്രാറ്റജിക്കലി പ്ലാൻ ചെയ്തിട്ട് മുന്നോട്ട് പോകേണ്ട ആവശ്യം? അല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ആദ്യം പറത്തിവിട്ട ആ പരുന്ത് എത്ര നേരം ആകാശത്തൂടെ പറക്കും? ആദ്യം നമ്മൾ പറത്തിവിട്ട പരുന്തിന് എത്ര നേരം അതിന്റെ ഫിസിക്കൽ കണ്ടീഷൻ വെച്ച് ഉയരങ്ങളിലേക്ക് പറന്ന് പൊന്താൻ പറ്റും? 1 മണിക്കൂർ, 2 മണിക്കൂർ, ഒരു പക്ഷെ 5-6 മണിക്കൂർ അതിന് പറക്കാൻ പറ്റും. അത് പറന്നു കഴിഞ്ഞ് അത്
നിലനിൽപ്പില്ലാതെ വരുന്ന ഒരു അവസ്ഥയിൽ തിരിച്ചു ഭൂമിയിലേക്ക് ഇറങ്ങേണ്ടി വരില്ലേ? റൈറ്റ്. അതേസമയം ആ പരുന്തിനെ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടിയാണ് നമ്മൾ ഇറക്കിയതെന്നുണ്ടെങ്കിൽ ഉയരത്തിൽ പോയ പരുന്തിന് കൃത്യമായിട്ട് അറിയാം എപ്പോൾ മാത്രമാണ് താഴേക്ക് വരേണ്ടതെന്നും എവിടെയാണ് വന്ന് ഇരിക്കേണ്ടതെന്നും അറിയാമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഈ പറഞ്ഞ ലക്ഷ്യം അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നല്ല രീതിയിലൊരു അഡ്വാൻറ്റേജ് കിട്ടും. പൾസ് എന്ന് പറയുന്ന ഒരു മിഠായിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? നമ്മുടെ മാർക്കറ്റിലേക്ക് അവൈലബിൾ ആയിട്ടുള്ള പൾസ് എന്ന് പറഞ്ഞൊരു മിഠായി, നമ്മൾ കേരളത്തിൽ കുറവാണ്. കേരളത്തിന് വെളിയിൽ ഇന്ത്യയിലുള്ള ഒരു മിഠായി കമ്പനിയാണ് പൾസ് എന്ന് പറയും. പൾസ് പൾസ് എന്ന് പറയുന്ന മിഠായി കമ്പനി കേട്ട ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയാം. എനിവൺ? ഇല്ല, ആരും ഇല്ല തോന്നുന്നു. എന്നിട്ടുണ്ടാവും ചിലപ്പോ പേര് ശ്രദ്ധിക്കാഞ്ഞിട്ടാവും. ഓക്കെ. പൾസ് എന്ന് പറയുന്ന ഒരു ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ആ മിഠായി കാണുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സെയിലുള്ള മിഠായികളിൽ ഒന്നാണ് പൾസ് എന്ന് പറയുന്ന മിഠായി. കേരളത്തിൽ കുറവാണ്. നോർത്തേൺ സൈഡിലും ഈ പറയുന്ന തമിഴ്നാട് തൊട്ട് മുകളിലേക്കും വളരെ രീതിയിൽ സെയിൽ ആയിട്ടുള്ള ഒരു മിഠായിയാണ് പൾസ് എന്ന് പറയുന്ന മിഠായി. ഇന്ത്യയുടെ ഒരു പിക്ചറിൽ ഒരു മിഠായി തുടങ്ങി വിജയിപ്പിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. ഒരിക്കലും എളുപ്പമല്ല ഇന്ത്യയിൽ. കാരണം വളരെ ഈസി ആയിട്ട് എൻട്രി ബാരിയർ കുറവായതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ഒരാൾക്ക് സ്റ്റാർട്ട് ചെയ്യാനും പറ്റും, വളരെ ഈസി ആയിട്ട് പൂട്ടിയും പോകും. ഏകദേശം 92% ഫെയിലിയർ ഉള്ളൊരു മേഖലയാണ് ഈ പറഞ്ഞ മിഠായി മേഖല. പുതിയ കമ്പനികൾ വരുന്നു, അതിൽ 90-95% കമ്പനികളും എല്ലാ വർഷം വരുന്ന കമ്പനികളും മിക്കതും വരുന്ന സാധനം അതുപോലെ തന്നെ ഫെയിൽ ആയും പോകുന്നുണ്ട്. ഈ ഒരു മാർക്കറ്റില് ഇത്രയും റിസ്ക് ഉള്ള ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ടാണ് ഈ പറയുന്ന പാസ് എന്ന് പറയുന്ന കമ്പനി പൾസ് എന്ന് പറയുന്ന ഒരു മിഠായി അവർ ലോഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അവർ ലോഞ്ച് ചെയ്തിട്ട് 2 വർഷം എടുത്തിട്ടാണ് അവരുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്തുന്നത്. മിഠായി പൾസ് എന്ന് പറയുന്ന മിഠായി അവർ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ് മിഠായി ഉണ്ടാക്കുന്നുണ്ടെന്ന് അനൗൺസ് ചെയ്ത് കഴിഞ്ഞ് 2 വർഷം R&D നടത്തിയിട്ടാണ് ഇവരുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്തിക്കുന്നത്. കാരണം ദേ വോണ്ട് ഹാവ് ദ പെർഫെക്റ്റ് ടേസ്റ്റ് ഫോർ ദ കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് ആ പ്രൊഡക്റ്റ് കിട്ടാനുള്ള പെർഫെക്റ്റ് ടേസ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പെർഫെക്റ്റ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർക്ക് ഇത്രയും സമയം എടുക്കേണ്ടി വന്നത്. റൈറ്റ്. അപ്പോൾ അതൊരു വലിയ റിസ്ക് ആണ്. അതായത് നിലനിൽക്കുന്ന അവർക്ക് വേറെയും കുറെ പ്രൊഡക്ട്സ് ഉണ്ട്. നിലനിൽക്കുന്ന ഒരു മാർക്കറ്റിൽ, നിലനിൽക്കുന്ന ഒരു പ്രൊഡക്റ്റിൽ ഒത്തിരി മിഠായികളുള്ള ഒരു മാർക്കറ്റിലേക്ക് പുതിയൊരു പ്രൊഡക്റ്റ് എത്തുമ്പോൾ അവിടെ വലിയൊരു റിസ്ക് എലമെന്റ് ഉണ്ട്. നമ്മൾ എപ്പോഴും കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്തും അവിടെ വലിയൊരു റിസ്ക് എലമെന്റ് ഉണ്ട്. പക്ഷെ ആ റിസ്ക് എലമെന്റ് കാൽക്കുലേറ്റഡ് റിസ്ക് ആണെന്നുണ്ടെങ്കിൽ അത് ജയിക്കാനുള്ള സാധ്യത നമ്മുടെ കയ്യിൽ കൂടുതൽ വരും. അങ്ങനെ കാൽക്കുലേറ്റഡ് റിസ്ക് ആവണമെന്നുണ്ടെങ്കിൽ സ്ട്രാറ്റജിക്കലി പ്ലാൻഡ് ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ അത്രയും ക്ലിയർ കട്ട് ആയിട്ടുള്ള സ്ട്രാറ്റജൈസ് ആയിട്ടായിരിക്കണം നമ്മൾ കാര്യങ്ങളെ കുറിച്ച് നിരീക്ഷിക്കാനും ഗവേഷണം നടത്തി മുന്നോട്ട് വരാനും വേണ്ടിയിട്ട്. അപ്പോൾ ഈ പറഞ്ഞ പൾസ് എന്ന് പറയുന്ന മിഠായി കമ്പനി ചെയ്തൊരു അവരുടെ ടേസ്റ്റിന്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മാങ്ങ ഉണ്ടല്ലോ, മാങ്ങ, നമ്മുടെ കച്ചാ മാങ്ക, നമ്മുടെ പച്ച മാങ്ങയുടെ ഫ്ലേവർ ഉള്ള നമ്മുടെ പാർലയുടെ കച്ചാ മാങ്കോ മിഠായി ഉണ്ടല്ലോ, അത് ഓർമ്മ ഉണ്ടാവുമല്ലോ അല്ലെ? നമ്മുടെ മുട്ടായിയുടെ പച്ച കളറുള്ള ആ സാധനം. ഓക്കെ, ഇവർ ഇറക്കിയ പ്രൊഡക്റ്റും ഏകദേശം സിമിലർ സാൻഡ് ഓഫ് പ്രൊഡക്റ്റ് ആയിരുന്നു. പക്ഷെ അതിൽ കുറെ വേരിയേഷൻസ് വരുത്തിയവര്. ആദ്യം ആ മിഠായി ടേസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് നല്ല പച്ച മാങ്ങയുടെ ഫ്ലേവർ ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചു നേരം ഉള്ളിലോട്ട് നമ്മളത് കഴിക്കും തോറും ആ ഫ്ലേവർ മാറി മാറി വരും. പിന്നീട് വരാൻ പോകുന്ന ഫ്ലേവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഉപ്പ് സോർ ടൈപ്പ് ഓഫ് ഫ്ലേവർ ആണ് വരുന്നത്. പിന്നെ അതിനുള്ളിലേക്ക് വരുമ്പോൾ ഒരു മസാല ഫ്ലേവർ വരും. പിന്നെ ലാസ്റ്റ് നമ്മൾ ആ മിഠായി തീരാറാവുന്ന സമയത്ത് അതിനൊരു മധുരം വരും. സോ ഇറ്റ്സ് ലൈക്ക് ബാലൻസിങ് ദ എൻറ്റയർ ടേസ്റ്റ് ബഡ്സ്. നമ്മുടെ ടേസ്റ്റ് ബഡ്സിനെ മൊത്തത്തിൽ അത് ബാലൻസ് ചെയ്ത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ടേസ്റ്റിലോട്ട് അത് വരും. ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറങ്ങിയപ്പോൾ അത് ഇന്നേ വരെ ആൾക്കാർ കാണാത്തൊരു ടേസ്റ്റ് ആവും, അല്ലെങ്കിൽ രുചിക്കാത്തൊരു ടേസ്റ്റ് ആവുകയും മടുക്കാത്തൊരു ടേസ്റ്റ് ആവും, വളരെ നല്ല രീതിയിലുള്ള ഒരു ആക്സെപ്റ്റൻസ് കിട്ടുകയും ഇതിൽ ഏറ്റവും കൂടുതൽ സെയിലുള്ള മിഠായികളിൽ ഒന്നായിട്ട് ഇവർക്ക് ഈ പൾസിന് എന്ന് പറഞ്ഞ ബ്രാൻഡിനെ, അതും ഒരു സോക്കോൾഡ് MNC അല്ലാത്തൊരു ബ്രാൻഡിനെ അവർക്ക് വളർത്തിയെടുക്കാനും സാധിച്ചു. റൈറ്റ്. സോ ഈ പറയുന്ന സാധനം നമ്മുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക. നമ്മുടെ ലൈഫ് ആകുന്ന ഒരു മിഠായി, ഇറ്റ്സ് ലൈക്ക് എ വെരി വെരി ഗുഡ് സ്വീറ്റ്. റൈറ്റ്. ആ മിഠായിയെ നമ്മൾ എങ്ങനെ ഇറക്കുന്നു, നമ്മൾ എങ്ങനെ അത് പബ്ലിഷ് ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും ആ മിഠായിയുടെ സക്സസ് ഇരിക്കുന്നത്. അത് ഏത് കാറ്റഗറി ഓഫ് മിഠായിലേക്കാണ് നമ്മളത് കൊണ്ടുവരേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കണം. അതിനെ കൃത്യമായിട്ട് സ്ട്രാറ്റജൈസ് ചെയ്ത്, കൃത്യമായിട്ട് പ്ലാൻ ഔട്ട് ചെയ്ത്, കൃത്യമായിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചാൽ മാത്രമേ നമ്മൾ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ബ്രേക്ക് ചെയ്യുന്നതും നമ്മൾ പ്ലാൻ ചെയ്ത് ബ്രേക്ക് ചെയ്യുന്നതും രണ്ടിന്റെ ഇമ്പാക്റ്റില് ഡിഫറൻസ് വരുന്നു. ഇനി കംഫർട്ട് സോൺ 2 രീതിയിൽ ആൾക്കാർ ബ്രേക്ക് ചെയ്യാറുണ്ട്. ഒന്ന്,
പ്ലാൻഡ് ആയിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്ന നമ്മുടെ ഒരു സേഫ് സോൺ ബ്രേക്ക് ചെയ്ത് വളരണം എന്ന് ആഗ്രഹിച്ച് ഗ്രോത്ത് ആഗ്രഹിച്ച് നമുക്ക് കൂടുതൽ ഗ്രാസ്പ് ചെയ്യണം, നമുക്ക് വളർന്ന് ഉന്നതിയിലേക്ക് എത്തണം എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മൾ ബ്രേക്ക് ചെയ്ത് വരുന്ന ആൾക്കാരാണ്. അത് വളരെ ലിമിറ്റഡ് ആണ്. ഓക്കെ, എനിക്ക് ഇപ്പൊ നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്ന് വലിയ സ്വപ്നങ്ങളുണ്ട്, വലിയ ലക്ഷ്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് കയറി വരിക എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ മാത്രം ഇരിക്കുന്ന ഒരു പ്രത്യേകതരം ദൈവാനുഗ്രഹമാണ്. ബാക്കി ഭൂരിഭാഗം ആൾക്കാരും സാഹചര്യവശാൽ ബ്രേക്കായി പോകുന്നതാണ്. പെട്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് പോവാണ്. നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ കഥയിൽ പറഞ്ഞ പോലെ തന്നെ ആരോ വന്ന് നമ്മുടെ കൊമ്പ് അങ്ങ് മുറിച്ച് കളയുന്നതുകൊണ്ട് ഗത്യന്തരമില്ലാതെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരുന്നു? ഓടിപ്പോണ്ടി വരുന്നു. അത് ചിലപ്പോൾ നമ്മുടെ ഫൈനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ആയിരിക്കാം, സാമ്പത്തികപരമായിട്ടുള്ള നമ്മുടെ ഞെരുക്കങ്ങള്, നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മളെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു രീതിയിലേക്ക്, മറ്റൊരു തലത്തിലേക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ തന്നെ പ്രലോഭിക്കുകയും ചെയ്യും. അല്ലെ? സാമ്പത്തിക ക്രൈസിസ്, ഫൈനാൻഷ്യൽ ക്രൈസിസ് മേക്സ് us തിങ്സ് എ ലോട്ട്. പിന്നെ ചില വാക്കുകളാണ് നമുക്ക് എത്രയും പ്രിയപ്പെട്ട നമ്മുടെ സിനിമയിൽ, വെള്ള സിനിമയിൽ ഒരു ഇൻസൾട്ട് ആണ് മുരളി ലോകത്തിലെ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ചില വ്യക്തികളുടെ ചില വാക്കുകൾ അതിന് ചില വലിയ അർത്ഥങ്ങൾ കൊടുക്കാൻ സാധിക്കും. നമ്മുടെ ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ മരം കത്തി കൊണ്ട് മുറിക്കണമെന്നില്ല, വാക്കുകൾ കൊണ്ടും ഒരാളെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? മാറ്റിയെടുക്കാൻ സാധിക്കും. ഒന്നുകിൽ നമ്മൾ എന്തെങ്കിലും ഒരു ക്രൈസിസിൽ വരുന്ന സമയത്താണ്, സിറ്റുവേഷനലി സാഹചര്യവശാൽ നമ്മൾ എന്താവാണ്? ഈ പറയുന്ന കംഫർട്ട് സോൺ ബ്രേക്ക് ആവുകയാണ്. ഇങ്ങനെ സാഹചര്യവശാൽ നമ്മുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ആവുമ്പോഴും ഒരിക്കലും ഒരു കാരണവശാലും എല്ലാ വ്യക്തികൾക്കും ഒരുപോലെ ഒരു ലൈഫ് ഉണ്ടാവില്ല. വൺസ് ഇൻ എ പോയിന്റ്, ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ചിട്ട് ഈ പറയുന്ന കംഫർട്ട് സോൺ, ഈ പറയുന്ന നമ്മുടെ പ്രകൃതി തന്നെ നമുക്ക് പൊട്ടിക്കാനുള്ള ഒരു അവസരം നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു. ഭൂരിഭാഗം വരുന്ന ആൾക്കാരും ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകുന്ന ഒരു സമയമാണത്. ഇനി എന്ത് ചെയ്യും? ഇനി നമ്മൾ എങ്ങനെ അത് ഡെവലപ്പ് ചെയ്തെടുക്കും? ഇനി നമുക്ക് എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും എന്ന് ആലോചിച്ച് വളരെ കഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സമയമാണ്. ഒന്ന് ആലോചിച്ചാൽ, ഒന്ന് ജസ്റ്റ് എല്ലാവരും അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഒന്ന് ആലോചിക്കാം. ഇങ്ങനെ ഒരു പ്രതിസന്ധി സാഹചര്യം വന്നതിന് ശേഷം, ആ പ്രതിസന്ധി സാഹചര്യം വരുന്നതിന് മുമ്പും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേടിയെടുത്തുള്ളത് രണ്ടും വ്യത്യസ്ത തരത്തിലുള്ള ലക്ഷ്യങ്ങളായിരിക്കും. അതുവരെ പോയതിൽ എത്രയോ മുകളിലായിരിക്കും പിന്നീട് നമ്മുടെ ചിന്താഗതികളും പിന്നീട് നമ്മൾ നേടിയെടുത്തിട്ടുള്ള ലക്ഷ്യങ്ങളും. കാരണം നമ്മുടെ മുന്നിൽ അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ഗോൾ എന്ന് പറയുന്ന സാധനം, ലക്ഷ്യം എന്ന് പറയുന്ന സാധനം കൃത്യമായിട്ട് വരും എന്നുള്ളതാണ്. കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. വെറുതെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്നതല്ല, വാട്ട് ഈസ് ദ പർപ്പസ്? എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത്. അത് ഓരോ വ്യക്തികൾക്കും വ്യക്തി അധിഷ്ഠിതമായിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലും ആയിരിക്കും അത് വരുന്നത് എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം. ബോറടിക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ ആണല്ലോ അല്ലെ? ഹലോ, എല്ലാവരും എന്റെ കൂടെ ഉണ്ടല്ലോ? മനസ്സിലാവുന്നുണ്ട്. നല്ല ക്ലാസ് ആണ്. നല്ല സെഷനാണ്. ഓക്കെ, ഫൈൻ. താങ്ക് യു. സോ ഇങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ ഇത്തരത്തിൽ നമ്മൾ വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ട് ചില സാഹചര്യങ്ങൾ വന്നു വീഴുമ്പോഴും ആ സാഹചര്യത്തിൽ നമ്മുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുകയാണെന്നും എല്ലാ സമയത്തും നമുക്ക് മനസ്സിലാവും. നമ്മുടെ കംഫർട്ട് സോൺ ഇത് ബ്രേക്ക് ആവുകയാണെന്നുള്ളത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക? നമ്മൾ സ്ഥിരം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പാറ്റേണിൽ നിന്ന്, സ്ഥിരം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ശൈലിയിൽ നിന്ന് നമ്മൾ മാറി മറ്റു ചില ശൈലിയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ വളരെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും, നമ്മൾ ഇമോഷണലി അൺസ്റ്റേബിൾ ആവും, നമുക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയാൻ പാടില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് വരും. വാട്ട് ഈസ് ഹാപ്പനിങ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. ചുറ്റിനും എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ വാട്ട് ഈസ് ഹാപ്പനിങ്, ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം വരും. നമ്മൾ വളരെ ഡിസാറ്റിസ്ഫൈഡ് ആയിരിക്കും, നമ്മൾ വളരെ അൺകംഫർട്ടബിൾ ആയിരിക്കും. നമുക്ക് എങ്ങനെ അത് ടാക്കിൾ ചെയ്യണം എന്ന് അറിയാൻ പാടില്ലാത്തൊരു സാഹചര്യം വരും. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ വന്ന് പെട്ട് once we start to develop ourselves, once we start to understand ourselves, ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള കുറെ ബ്രാഞ്ചുകൾ, കുറെ മതിലുകൾ നമുക്ക് അവിടെ പൊട്ടിക്കാൻ പറ്റും. ഒന്ന്, നമ്മുടെ കോൺഫിഡൻസിന്റെ മതില്, അത് പൊട്ടും. പിന്നെ ഭയത്തിന്റെ മതില്, മടിയുടെ മതില്, ഇതെല്ലാം ഈ പറഞ്ഞ ഒരു സിറ്റുവേഷനിൽ വരുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് സാഹചര്യവശാൽ നമ്മുടെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോകും എന്നുള്ളതാണ്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാറില്ലേ?
പ്രാർത്ഥിക്കാത്ത ദൈവവിശ്വാസികളല്ലാത്ത ആരും ഇതിലില്ല എന്ന് വിശ്വസിക്കുന്നു. ഞാനൊരു ദൈവവിശ്വാസിയാണ്. എല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? നമ്മൾ എന്താ പ്രാർത്ഥിക്കുന്നത്? എന്താ പ്രാർത്ഥിക്കുന്നത്? എന്തിനാ പ്രാർത്ഥിക്കുന്നത്? മനസ്സിനൊരു സുഖം കിട്ടാൻ. മനസ്സിന് ഒരു സുഖം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓക്കെ, പിന്നെ വേറെന്തെങ്കിലും? എന്താ നമ്മൾ ശരിക്കും പ്രാർത്ഥിക്കുന്നത്? നമ്മൾക്ക് ആവശ്യമുള്ളത് നമ്മൾക്ക് ആവശ്യമുള്ളത് നേടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓക്കെ, എനിവൺ എൽസ്? ഓക്കെ, ഫൈൻ, കുഴപ്പമില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണ്, എന്തിനാണ് എന്നുള്ളത്. റൈറ്റ് ടൈം അറ്റ് ദ റൈറ്റ് പ്ലേസ്, കൃത്യസമയത്ത് കൃത്യസ്ഥലത്ത് നമ്മൾ എത്തിപ്പെടാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? കൃത്യസ്ഥലത്ത് കൃത്യസമയത്ത്, റൈറ്റ് ടൈം അറ്റ് ദ റൈറ്റ് പ്ലേസ്. നമ്മൾ ചില ആൾക്കാരൊക്കെ പറയാറുണ്ട്, ദേ ആർ വെരി സക്സസ്ഫുൾ. ഓക്കെ, വേ ആർ വെരി വെരി അബ്സല്യൂട്ട്ലി സക്സസ്, ദൈവാനുഗ്രഹം ഉണ്ട്, വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നു. ഓരോ വ്യക്തിയുടെ ലൈഫിലും അവിടെ ഒരു ചേഞ്ച് സംഭവിക്കണം എന്നുണ്ടെങ്കിൽ റൈറ്റ് സമയത്ത് കൃത്യസമയത്ത് കൃത്യസ്ഥലത്ത് നമ്മൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ പറഞ്ഞ നല്ല സാധനം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ, അല്ലെ? റൈറ്റ് ടൈം അറ്റ് ദ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് പീപ്പിൾ. ഞാൻ അതുകൂടെ ചേർക്കാണ്. കൃത്യസമയത്ത് കൃത്യസ്ഥലത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ള കൃത്യമായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് എത്തുമ്പോൾ എന്താണ് നമുക്കത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്? എല്ലാ കാര്യവും നമ്മുടെ കയ്യിലാണോ ഇരിക്കുന്നത്? അല്ല. നമ്മുടെ പാരന്റ്സ് നമ്മുടെ തീരുമാനമാണോ? നമ്മുടെ ഡിസിഷൻ അല്ല. നമ്മളായിരിക്കുന്ന, നമ്മൾ ജീവിക്കുന്ന നമ്മുടെ സ്ഥലം, നമ്മൾ ജനിച്ച നമ്മുടെ സ്ഥലം, ജീവിക്കുന്ന സ്ഥലം ചിലപ്പോൾ നമ്മുടെ തീരുമാനമായിരിക്കും, പക്ഷെ നമ്മൾ ജനിച്ച നമ്മുടെ സ്ഥലം അത് നമ്മുടെ ഡിസിഷൻ ആണോ? അല്ല. നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ ആൾക്കാർ നമ്മുടെ തീരുമാനത്തിന് പുറത്താണോ നിൽക്കുന്നത്? അല്ല. ഇതെല്ലാം നമുക്ക് വേണ്ടി ഒരുക്കപ്പെടുന്നതാണ്. അപ്പോൾ നമ്മുടെ കംഫർട്ട് സോൺ എന്ന് പറയുന്നതും അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യം എന്ന് പറയുന്നതും നമുക്കുണ്ടാകുന്ന ചുറ്റുപാടെന്ന് പറയുന്നത് നമുക്ക് വേണ്ടി എവിടുന്നോ എങ്ങനെയോ ഒരുക്കപ്പെട്ട് വന്നിരിക്കുന്ന സംഭവമാണ്. അത് കൃത്യമായിട്ടല്ല വരുന്നത് എന്നുണ്ടെങ്കിൽ, അത് കൃത്യമായിട്ടല്ല നമുക്ക് ഫേവറബിൾ ആയിട്ടല്ല വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വളരാൻ സാധിക്കും? നമുക്ക് വളരാൻ സാധിക്കില്ല. അതായത് നമ്മുടെ സിറ്റുവേഷനും നമ്മുടെ സാഹചര്യവും നമ്മുടെ ചുറ്റുവട്ടവും നമുക്ക് അനുകൂലമായി വരുമ്പോൾ മാത്രമേ അവിടെ നമ്മൾ എത്ര നല്ല കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോയാലും ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്നത് പോസിറ്റീവായിട്ട് നമുക്ക് പോസിറ്റീവ് നോട്ടിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കാൻ സാധിക്കത്തുള്ളൂ. കാരണം എവറിഥിങ് ഇസ് നോട്ട് ഓൺലി ഡിപ്പെൻഡ് ഓൺ അസ്. നമ്മൾ മാത്രമല്ല എല്ലാ കാര്യത്തിലും. നമുക്ക് വേണ്ടി അത് നടത്തി കിട്ടണം എന്നുണ്ടെങ്കിൽ ആ സന്ദർഭം, സാഹചര്യം, സമയം, സ്ഥലം നമുക്ക് അനുകൂലമായിട്ട് വരണം. അതിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും ഈ പറഞ്ഞ സമയവും സ്ഥലവും കാലവും നമുക്ക് അനുകൂലമായാൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ, നമ്മുടെ കൃത്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എത്രയോ വലിയ കമ്പനീസും വലിയ നല്ല സ്ട്രാറ്റജീസും വലിയ നല്ല പ്ലാനിങ്ങുമായിട്ട് എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നു. 2019 കൊറോണ വന്ന സമയത്ത് എല്ലാ പ്ലാനിങ്ങും എന്തോ ഹുദാ ഹവ, എല്ലാം തകിടം മറിഞ്ഞു. ദാറ്റ് വാസ് ബിയോണ്ട് ദെയർ കൺട്രോൾ. ഒന്നും അവരുടെ കയ്യിൽ നിൽക്കുന്ന, അവരുടെ കൺട്രോളിൽ ഒതുങ്ങുന്ന രീതിയിലല്ലാതെ അപ്പുറത്തൊരു ലെവലിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലോട്ട് വന്നു. സോ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന സന്ദർഭവും സാഹചര്യവും സമയവും സ്ഥലവും എല്ലാം നമുക്ക് ആപ്റ്റ് ആവാനുള്ള ഒരു രീതിയിലേക്ക് മാറിയെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് വൺസ് വി സ്റ്റാർട്ട് ടു ബ്രേക്ക് അവർ കംഫർട്ട്സ്, നമ്മുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പ്രത്യേകതരം കോൺഫിഡൻസ് ആണ്. കാരണം നമ്മൾ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കും. പുതിയൊരു സാഹചര്യം വരുന്ന സമയത്ത് ആ സിറ്റുവേഷനുമായിട്ട് നമ്മൾ ഈസി ആയിട്ട് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുമായിട്ട് അലിഞ്ഞു ചേരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതുമായിട്ട് സെറ്റായി പോകാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ സാധിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇമോഷണൽ ബാലൻസ് എന്ന് പറയുന്ന സാധനം വളരെ ഈസി ആയിട്ട് കിട്ടും. തൊട്ടേനും പിടിച്ചതിനും ദേഷ്യം വരിക, വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ട് പെരുമാറുക, അതൊന്നും അല്ലാതെ ദിസ് ഇസ് ദ ഗെയിം. ഈ ഗെയിമിൽ എങ്ങനെ സ്ട്രാറ്റജിക്കലായിട്ട് ഇമോഷണൽ കൺട്രോളോട് കൂടി ഇമോഷണൽ ഇന്റലിജൻസ് വെച്ച് മുന്നോട്ട് പോകാം എന്നുള്ളതും നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ഞാൻ എൻ്റെ അവസാന കൺക്ലൂഷൻ ഭാഗത്തിലേക്ക് വരികയാണ്. നമുക്ക് എല്ലാവർക്കും വലിയ സ്വപ്നങ്ങൾ ഉണ്ടാവും, അല്ലെ? ഇതിൽ സ്വപ്നമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ആ സ്വപ്നത്തിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റിയതും പറ്റാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും, റൈറ്റ്? എല്ലാ സ്വപ്നങ്ങളും നമ്മൾ നേടിയെടുത്തു എന്നുണ്ടെങ്കിൽ there is no hope.
നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഹോപ്പ് എന്ന് പറയുന്ന, പ്രതീക്ഷ എന്ന് പറയുന്ന ഒരു ട്രിഗറിന്റെ മുകളിലാണ്. ആ ട്രിഗറിങ് മാറണം, അല്ലെങ്കിൽ ആ ട്രിഗറിങ് നമുക്ക് കൂടുതൽ പ്രചോദനം നൽകണമെന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ ഹോപ്പ് നമുക്ക് കൂടുതൽ അഡ്രിനാലിൻ തരണമെന്നുണ്ടെങ്കിൽ, നമുക്ക് അതുപോലെയുള്ള നല്ല നല്ല സ്വപ്നങ്ങളും നല്ല നല്ല ലക്ഷ്യങ്ങളും ഉയർന്ന ചിന്താഗതിയിലുള്ള മനോഹരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ടാവണം. ആ ലക്ഷ്യങ്ങളുടെ മനോഹാരിതയിൽ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ പറയുന്ന കംഫർട്ട് സോൺ നമ്മൾ പോലും അറിയാതെ നമ്മൾ ബ്രേക്ക് ആവുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ മുന്നിൽ വലിയൊരു സ്വപ്നമുണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മുടെ മുന്നിൽ വലിയൊരു ലക്ഷ്യമുണ്ട് എന്നുണ്ടെങ്കിൽ, ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ പോലും അറിയാതെ നമ്മൾ ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുന്നുണ്ട് എന്ന് നമ്മൾ പോലും അറിയാതെ മനസ്സിലാക്കുന്ന ഒരു സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ പോലും അറിയാതെ നമ്മളാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചട്ടക്കൂട് എവിടെയോ എന്തോ എന്നറിയാതെ ബ്രേക്ക് ആവുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. വണ്ടി ഓടിക്കാൻ അറിയാത്ത ഒരാള് വണ്ടി ഓടിക്കുക എന്നുള്ളതാണ് അദ്ദേഹം വെക്കുന്ന ലക്ഷ്യം എന്നുണ്ടെങ്കിൽ, എതിരെ ഒരു വണ്ടി വരുന്നത് കണ്ടാൽ പേടിക്കുന്ന ഒരു വ്യക്തി ഓട്ടോമാറ്റിക് ആയിട്ട് ആ പേടി മറന്നു തുടങ്ങുകയും അതിവിദഗ്ധമായിട്ട് ഡ്രൈവിംഗ് പഠിക്കുകയും ഏറ്റവും മനോഹരമായിട്ടുള്ള രീതിയിൽ ഹൈവേയിലൂടെ നല്ല ട്രാഫിക് ഉള്ള ഒരു സമയത്ത് അതി ഈസി ആയിട്ട് സൂക്ഷ്മമായിട്ടും ആ വണ്ടി ഓടിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടെങ്കിൽ, അദ്ദേഹം വെച്ച് ലക്ഷ്യത്തിന്റെ പുറകിലൂടെ അദ്ദേഹം സഞ്ചരിക്കുന്ന സമയത്ത്, അദ്ദേഹം വെക്കുന്ന ഗോളിന്റെ പുറകിലൂടെ അദ്ദേഹം യാത്ര ചെയ്യുന്ന സമയത്ത്, അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹത്തിന്റെ എവിടെയോ ഉള്ളിന്റെ ഉള്ളിൽ എനിക്കിത് നേടിയെടുക്കണം എന്നുള്ള അതിയായ ആഗ്രഹമുള്ള സമയത്ത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ആവുകയും നമ്മുടെ സേഫ് സോണിന്റെ വലിപ്പം കൂടി വരികയും ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ എന്ന് പറയുന്ന വ്യക്തി അതിമനോഹരമായിട്ടുള്ള, ലോകം മൊത്തം ആദരിക്കപ്പെടുന്ന രീതിയിലുള്ള, എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന രീതിയിലുള്ള, എല്ലാവരാലും അനുകൂലിക്കപ്പെടാൻ അല്ലെങ്കിൽ എല്ലാവരാലും അനുകരിക്കാൻ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള മഹത് വ്യക്തികളാവാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്, ദിസ് ഇസ് മീ അജിത് ജിജോ സൈനിങ് ഓഫ് ആൻഡ് വിഷ് യു ഓൾ എ ഹാപ്പി ആൻഡ് എ പോസിറ്റീവ് ഡേ. താങ്ക് യു. Thank you, sir. Thank Thank you so you. much, sir. Thank you very much, sir. Sir, ഒരു Thank you. ഹലോ. correct ആയിട്ട് കേൾച്ച് Thank you, sir. anyway, ഹലോ, കേൾക്കാമോ? Yes. ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതേ മാറി. ഞാൻ കേട്ടില്ല മാം. Feedback. അതിനു മുമ്പ് ഞാൻ എന്നെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇതിന്റെ ഫസ്റ്റ് ഓഡിയൻസ് ആണ്, ലൈക്ക് എന്നെ ആദ്യമായിട്ടായിരിക്കും ഇതിലിരിക്കുന്ന എല്ലാവരും കാണുന്നത്. അപ്പൊ സെഷൻ കഴിഞ്ഞിട്ട് ഞാൻ എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കരുതിയിട്ടായിരുന്നു. സോ എന്റെ പേര് അജിത് എന്നാണ്, അജിത് ജിജോ. മോണ്ടി ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ആണ്. പെരിന്തൽമണ്ണയാണ് സ്വദേശം. അതെ, പെരിന്തൽമണ്ണയാണ് സ്വദേശം. എല്ലാവരും കണ്ടതിലും എല്ലാവരുമായിട്ട് സംസാരിക്കാൻ പറ്റിയതിലും വളരെ സന്തോഷം. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ ഫോർ ദിസ് പ്രോഗ്രാം. സർ, ഇനി ഫീഡ്ബാക്കിലേക്ക് പോവാം. ഞാൻ ജസ്റ്റ് എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലായിരുന്നു തുടക്കത്തിൽ, അപ്പൊ അതിന് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞതെന്ന് മാത്രം. Thank you very much. താങ്ക് യു സർ, താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. ഓക്കെ, അപ്പൊ ഫീഡ്ബാക്ക് ടൈം ആണ്. എനിക്ക് ഡൗട്ട്സോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ ഓരോരുത്തരായിട്ടൊന്ന് അൺമ്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്ത് സംസാരിക്കാം കേട്ടോ. മാജിക് മോന് ഗുഡ് മോർണിംഗ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. കാരണം കംഫോർട്ട് സോണിനെ പറ്റി ക്ലാസ്സുകൾ കേൾക്കാറുണ്ടായിരുന്നെങ്കിലും, പക്ഷെ ഇതൊരു വെറൈറ്റി ക്ലാസ് ആയിട്ട് എനിക്ക് പറത്താൻ വേണ്ടി ഒരുപാട് പേര് ശ്രമിച്ചിട്ടും സാധിച്ചില്ല. ആ പരുന്ത് സ്വയം വിചാരിച്ചു എനിക്ക് ഉയരത്തിലേക്ക് പറക്കണം എന്നുള്ളത് സ്വയം ചിന്തിച്ചു. കൂടാതെ ഇരിക്കാനുള്ള ആ ഒരു കൊമ്പും കൂടി പോയപ്പോ എന്തായാലും പരുന്ത് തീരുമാനിച്ചിട്ടുണ്ടാവും എനിക്ക് ഇനി കൊമ്പ് അന്വേഷിക്കണം, അപ്പൊ എനിക്ക് പറഞ്ഞേ മതിയാവും എന്ന് പറഞ്ഞ പോലെ കംഫോർട്ട് സോണിൽ ഇരിക്കുന്ന ആൾക്കാര് ആര് വന്ന് നമ്മളെ എന്തൊക്കെ പറഞ്ഞാലും നമ്മളും കൂടി വിചാരിക്കണ്ടേ നമുക്കത് അതിലേക്ക് അത് ഭേദിച്ച് പുറത്ത് കിടക്കണം എന്നുള്ളത്. അങ്ങനത്തെ ഒരു ഇതും കൂടി ഉണ്ടല്ലോ. അപ്പൊ സാറെന്തായാലും ആ കഥയിലൂടെ അത് ക്ലിയർ ആക്കി തന്നതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. സാറിന് ആദ്യമായിട്ടാണ് കാണുന്നത്. നല്ല രസമായിട്ട് ഇങ്ങനെ കേട്ടിരിക്കാൻ പറ്റിയൊരു ക്ലാസ് ആയിരുന്നു. എന്തായാലും ഞാനൊരു കംഫർട്ട് സോണിനുള്ളിലായിരുന്നു. ഇപ്പൊ അതൊക്കെ ഭേദിച്ച് കുറച്ച് ദിവസമായി പുറത്ത് കിടന്നിട്ട് ഇപ്പോഴും അങ്ങോട്ട് റെഡി വന്നിട്ടില്ല. എന്തായാലും ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഓക്കെ സിന്ധു മാം, താങ്ക് യു സോ മച്ച്. ദെൻ നെക്സ്റ്റ് ആരാ സംസാരിക്കുന്നത്? ഹായ് സാർ, എൻ്റെ പേര് പ്രവിത. ഹലോ മാം. ഹായ്. വളരെ വളരെ നല്ല സെക്ഷൻ.
സത്യം പറഞ്ഞാല് യാതൊരു ഇതുമില്ലാതെ ഭയങ്കര ഹാപ്പിനെസ് ആ സംഭവം കേട്ടപ്പോ. പല പ്രാവശ്യം കംഫോർട്ട് സോണിനെ പറ്റിയുള്ള ക്ലാസ് ഞാനും കേട്ടിട്ടുണ്ട്, പല കേസുകളും. അപ്പൊ അത് എന്താ പറയാ, വളരെ മനോഹരമായിട്ട് ഒരു എന്താ പറയാ, കഥ കേൾക്കുന്ന, കഥയിൽ തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും കഥയിലൂടെ തന്നെ പറഞ്ഞ പോലത്തെ ഒരു ഫീൽ. വളരെ നല്ല ക്ലാസ്. എന്തായാലും ഭയങ്കര സന്തോഷം, ഭയങ്കര ma'am. ഹാപ്പി. ഞാൻ എന്റെ കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ടില്ല ഇതുവരെ. ഇനി ഏതായാലും അതിനുള്ള തുടക്കങ്ങളിലൊക്കെയാണ് ഞാൻ. എനിക്കും അതിന് കഴിയട്ടെ. സാർ ഇനി ഒരുപാട് ക്ലാസ് എടുക്കാൻ പല ടോപ്പിക്കുകളായിട്ട് വരണമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, Sure. താങ്ക് യു. Okay, thank you, ma'am. All the best, ma'am. ഹലോ, മാജിക് മോർണിംഗ്. ഞാൻ Hello. പെരിന്തൽമണ്ണ തന്നെയാണ് വീട്, താഴക്കോട്. ഇപ്പോ കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ഉള്ള ക്ലാസ് വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. പിന്നെ അപ്പൊ അതിങ്ങനെ ക്ലാസ് എടുത്തപ്പോ ഞാൻ എന്നെ പറ്റിയിട്ട് ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. അതായത് ഞാനൊരു സ്കൂട്ടർ വാങ്ങിയപ്പോ അതിന് ഭയങ്കരമായിട്ടുള്ള ഒരു ആക്സിഡന്റ് ഉണ്ടായി. പക്ഷെങ്കില് അന്ന് എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞിരുന്നു, ഇനി കുറച്ച് ദിവസം സ്കൂട്ടർ ഒന്നും ഓടിക്കേണ്ട. ഭയങ്കര എന്ന് പറഞ്ഞാല് കാലിന്റെ മുട്ടിലൊക്കെ ഭയങ്കരമായിട്ടൊരു പരിക്ക് പറ്റി. പക്ഷെ സാർ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു, പിന്നെ ഇനി കുറച്ച് ദിവസം ഒന്നും ഓടിക്കേണ്ട, ഒന്ന് കുറച്ച് റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് തോന്നി ഈ സ്കൂട്ടർ ഞാൻ ഇങ്ങനെ റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ എനിക്കിത് ഓടിക്കാൻ കഴിയൂല. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, അന്ന് തന്നെ സ്കൂട്ടർ എടുത്ത് മുറ്റത്ത് കൂടെ ഓടിച്ചു, വീണ്ടും വീണു. പക്ഷെ ഞാൻ അതിന് പിന്മാറിയില്ല. അത് പിന്നീട് എനിക്ക് പഠിച്ചെടുക്കണം എന്നുള്ളൊരു വാശി എന്റെ മനസ്സിൽ വരികയും, അതേപോലെ തന്നെ ഇപ്പൊ ഞാൻ നന്നായിട്ട് എവിടെ വേണമെങ്കിലും ഏത് ട്രാഫിക്കിന്റെ ഉള്ളിലൂടെ വേണമെങ്കിലും കറക്റ്റായിട്ട് ഇതുവരെയായിട്ട് കുഴപ്പമൊന്നുമില്ല. ദൈവത്തിന്റെ കൃപ കൊണ്ട് നന്നായിട്ട് ഓടിക്കാൻ പറ്റും. അത് ഇപ്പൊ അതേപോലെ തന്നെ അപ്പൊ ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം, അല്ലാതെ വേറൊരാള് നമ്മളെ കൊണ്ട് പിന്നിൽ നിന്നിട്ട് കുത്തിയിട്ടൊന്നും കാര്യമില്ല, നമ്മൾ തന്നെ വിചാരിക്കണം. അപ്പൊ ഈ കംഫർട്ട് സോണിനെ കുറിച്ച് പറഞ്ഞപ്പോ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ക്ലാസ് ആയിരുന്നു. ഞാൻ ഇതിങ്ങനെ ചിന്തിക്കായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഒരു ക്ലാസ്സുകൾ കിട്ടണ്ടേ നമുക്ക്. ഇനിയും ഒരുപാട് ഉയരത്തിലെത്തണമെങ്കിലും നമുക്ക്. ഞാൻ കിച്ചണിലാണ്, ടീച്ചറാണേ. അപ്പോ മോർണിംഗിലുള്ള വർക്കും കാര്യങ്ങളും കഴിഞ്ഞിട്ട് വേണ്ടേ സ്കൂളിൽ എത്തണമെങ്കിൽ. അപ്പോ നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ, വളരെയധികം ഇഷ്ടപ്പെട്ടെ. പിന്നെ അത് മാത്രമല്ല, ഞങ്ങളുടെ താഴക്കോടിൽ ഞങ്ങളുടെ പെരിന്തൽമണ്ണല്ല ഒരാള് തന്നെ ഇങ്ങനെ ഒരു ക്ലാസ് എടുത്തപ്പോൾ വളരെയധികം ഒരു എന്താ ഈ ക്ലാസ്സിന് കേട്ടിട്ടുള്ള കാര്യങ്ങൾ പിന്തുടരും എന്നുള്ളൊരു ഉറച്ചൊരു വിശ്വാസം കൂടെ ഈ 2025 മനസ്സിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. Thank you, ma'am. Thank you, ma'am. All the best, ma'am. സൂപ്പർ ക്ലാസ് ആയിരുന്നു. ചില കാര്യങ്ങളിലെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ അങ്ങനെ മടിക്കും. ശരിയാവോ, നമ്മൾ വീണു പോവോ ഇനി ചിന്തിക്കാറുണ്ട്. പക്ഷെ ഇന്നത്തെ ക്ലാസ്സും സാറിന്റെ ഫസ്റ്റ് സ്റ്റാർട്ടപ്പ് സ്റ്റോറിയും ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. ഇനി അത് നമ്മൾ ഇനിയും എന്താണ് നമ്മൾ റിസ്ക് ഏറ്റെടുത്ത് അത് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും പുതിയ കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യും. നല്ല ക്ലാസ് ആയിരുന്നു. ഇനിയും സാറിന്റെ പുതിയ ക്ലാസ് സബ്ജക്ട്സ് ടോപ്പിക്സ് കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. താങ്ക് യു സോ മച്ച്. Thank you, ma'am. Thank you, ma'am. Thanks a lot. താങ്ക് യു ലിസണർ. ആരാ സംസാരിക്കുന്നത്? പെട്ടെന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം കേട്ടോ. ഗുഡ് മോർണിംഗ്. മാജിക് മോർണിംഗ് നന്നായിട്ടുണ്ട്. ക്ലാസ്സിനേക്കാൾ കൂടുതൽ നന്നായിട്ട് എന്താ അറിയോ, ഇന്ന് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണ ക്ലാസ് എടുത്തപ്പോ പല ആൾക്കാരും അത് ബ്രേക്ക് ചെയ്യണ കണ്ടിട്ടാണ് എനിക്ക് രസമായത്. ഇല്ലേ? ഫീഡ്ബാക്ക് പറയാൻ എല്ലാവരോടും മുന്നോട്ട് വന്നത് അത് നന്നായിട്ടുണ്ട് കേട്ടോ, അത് ഉഷാറായിട്ടുണ്ട്. എന്തായാലും നല്ലൊരു ഇത് കേൾക്കാൻ നല്ല രസമാണ് കേട്ടോ. ഇങ്ങനെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണം എന്നൊക്കെ കേൾക്കാൻ ഭയങ്കര രസമാണ്. ഒന്ന് ബ്രേക്ക് ചെയ്ത് നോക്കണം അതിന്റെ ടേസ്റ്റ്. ഇത് വേണ്ടായിരുന്നു എന്ന് തോന്നും ചിലപ്പോ, അല്ലെ? ഇത് വേണ്ടായിരുന്നു, അത് തന്നെ ചെയ്താൽ മതിയായിരുന്നു. Thank you, sir. Hello. തന്നെ ആയോ, ഇല്ലേ? ഗുഡ് മോർണിംഗ് സാർ. സാറിന്റെ ക്ലാസ് Good morning, ma'am. ഭയങ്കര നല്ലതിന്റെ തെളിവാണ് എന്ന് ഇത്രയും ആൾക്കാർ ഫീഡ്ബാക്ക് പറഞ്ഞു. കാണാത്ത പുതിയ ഒരുപാട് മുഖങ്ങൾ ഇന്ന് വന്നിട്ടുണ്ട്. ഭയങ്കര എനർജി ഉള്ളൊരു ക്ലാസ് ആയിരുന്നു. Thank you, ഇപ്പൊ ma'am. തന്നെ Thank you, കണ്ടിട്ട് ma'am. വീണ്ടും ബാക്കി കുറച്ചുകൂടി പറഞ്ഞിരുന്നെങ്കിൽ എന്ന് പെട്ടെന്നങ്ങ് തീർന്നു പോയ പോലെ തോന്നി. കുറച്ചുകൂടി കാണുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നു. സാറിന്റെ ക്ലാസ്സുകൾ പ്രതീക്ഷിക്കുന്നു. നല്ല ക്ലാസ് ആയിരുന്നു സാർ. താങ്ക് യു. Oh, ma'am. Thank you, ma'am. Thank you, ma'am. Thanks a lot. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്.
Okay, then അത് അപ്പൊ എന്താ പറയാ, കൂടുതൽ കംഫർട്ട് സോണ് പൊട്ടിക്കാൻ കാരണം സാറ് ചിരിച്ചോണ്ടുള്ള ക്ലാസ് എടുക്കണ്ട. സാറിന്റെ മുഖത്ത് നോക്കുമ്പോ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി ഇങ്ങോട്ട് വരിക. താങ്ക് സാർ യു മാം. ഇനിയും ക്ലാസ് എടുക്കാൻ വരണം. ഷുവർ ഷുവർ ഷുവർ. Krishnamurthy sir. സാറിന്റെ ക്ലാസ് വളരെ ഭംഗിയായിരുന്നു. രാവിലെ മുതൽ ഒന്ന് കംപ്ലീറ്റ് കേക്കൽ മുഴുവനും വിട്ട് പെട്ടെന്ന് തീർന്ന പോലെയുള്ള ഒരു അനുഭവം നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഉണ്ടായി. എന്തായാലും വളരെ നന്നായിരുന്നു. ഒരു പുതിയ ടോപ്പിക്കും ഒരു എന്താ പറയുക, വളരെ നന്നായിരുന്നു. ഇറ്റ്സ് ഗുഡ്. ഇതേമാതിരിയുള്ള ടോപ്പിക്സ് ഇനിയും വരാനായിട്ട് ആഗ്രഹിക്കുന്നു. താങ്ക് യു സർ. താങ്ക് യു. Okay. Mani sir. അജിത് സാർ, മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ് സർ. നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. ബ്യൂട്ടിഫുൾ പ്രസന്റേഷൻ ആണ്. നല്ലൊരു സ്റ്റോറി കേട്ട പോലെ തന്നെ ഉള്ളത്. നല്ല സ്റ്റോറിയിൽ തുടങ്ങിയിട്ട് ആ കംഫർട്ട് സോൺ എങ്ങനെ ബ്രേക്ക് ചെയ്യണോ, ഘട്ടം ഘട്ടമായിട്ടുള്ള ആ രീതിയിൽ നമ്മൾ ബ്രേക്ക് ചെയ്താലുള്ള ഉപകാരങ്ങളൊക്കെ സാർ പറഞ്ഞു തന്ന്. അങ്ങനെ ബ്രേക്ക് ചെയ്യാൻ നമുക്ക് ഒരു ലക്ഷ്യം വേണമെന്നുള്ളതാണ്. അതിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് പല കാര്യം നിവൃത്തിയില്ലാതെ നമുക്ക് ചെയ്യേണ്ടി വരും എന്നുള്ളതും സാറ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരുപാട് അർത്ഥങ്ങളോട് കൂടിയിട്ടാണ് സംഗതി പറഞ്ഞു തന്നത്. അതെല്ലാം നമുക്ക് മനസ്സിലാവുകയും ചെയ്ത് വളരെ ലളിതമായ രീതിയിൽ വളരെ സരസമായി തന്നെ സാറ് പറഞ്ഞു തന്നതിലും നമുക്ക് ഒരു ബോറടി, സാർ സൂചിപ്പിച്ച പോലെ ഒരു ബോറടി ഉണ്ടായിട്ടില്ല. തുടക്കത്തിൽ പറഞ്ഞ പോലെ വളരെ ഫ്ലുവൻ്റ് ആയിട്ട് നല്ല ഒഴുക്കോട് കൂടിയിട്ട് ക്ലാസ് മുഴുവനും ശ്രദ്ധിക്കാനും പറ്റി. നല്ലൊരു ആശയം. അത് ബ്യൂട്ടിഫുൾ പ്രസന്റേഷൻ ആയിരുന്നു. താങ്ക് യു വെരി മച്ച് സാർ. താങ്ക് യു സർ. Okay, thank you Mani sir. Sheila ma'am. Okay, magic morning to all. തീർച്ചയായിട്ടും സാറിന്റെ ക്ലാസ്സും ചിരിയും ഒക്കെ വളരെ സൂപ്പറായിട്ട് നല്ല പോസിറ്റീവ് എനർജിയാണ് ഇന്നത്തെ ദിവസം ഉണ്ടായിരിക്കുന്നത്. കാരണം ഒരു വ്യക്തിക്ക് വളരണം അല്ലെങ്കിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തേ മതിയാവും. അതെങ്ങനെ ബ്രേക്ക് ചെയ്യണം, നമ്മളത് നല്ലൊരു പ്ലാനിങ്ങോട് കൂടി മാത്രമേ ബ്രേക്ക് ചെയ്യാവുള്ളൂ. ഇല്ലെങ്കിൽ അത് പ്രശ്നത്തിലേക്കാകുമെന്നും, അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്ത് പോകേണ്ടത്, അല്ലെങ്കിൽ ആ കംഫർട്ട് സോണിലേക്ക് എത്തുമ്പോഴേക്കും നമ്മുടെ പല കൺസ്ട്രെയിൻസും മാറി കിട്ടും എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് വളരെ സരസമായിട്ട് എക്സാമ്പിളിലൂടെ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്ന സാറിന് എല്ലാവിധ ഭാവങ്ങളും. നല്ല ക്ലാസ്, നല്ല ചിരി, നല്ല പേഴ്സണാലിറ്റി. സൂപ്പർ സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം. Okay, Sheila ma'am, thank you so much. Okay, അപ്പോ ഇനി ആരെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്യാം. അത്യാവശ്യം സാറിന് അറിയാൻ പറ്റുന്നുണ്ടായിരിക്കും. ഓക്കെ, ദിവ്യ മാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. എല്ലാവരും പറഞ്ഞ പോലെ ഇന്ന് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ 2025 തുടങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുള്ളത് ഈ ക്ലാസ്സിലായിരുന്നു തോന്നുന്നു. കാരണം എന്താ പറയാ, എല്ലാവർക്കും കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാനുള്ളൊരു ആഗ്രഹത്തിലായിരുന്നു 2025 തുടക്കം തന്നെ. അപ്പോ നല്ല മനോഹരമായ ക്ലാസ് ആയിരുന്നു. ഇനിയും ക്ലാസ്സുകൾ എടുക്കാനായിട്ട് സാറ് വരണം. വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. താങ്ക്സ് എ ലോട്ട് മാം. ഓക്കെ, ദിവ്യ മാം പറഞ്ഞ വളരെ കറക്റ്റ് ആണ്. ഇപ്പൊ 2025 സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരുപാട് സെഷൻസ് കഴിഞ്ഞു. കംഫർട്ട് സോണിന്റെ ഇപ്പോൾ സാറിന് അറിയാൻ പറ്റും, നമ്മുടെ 1600 സംതിങ് ഡേയ്സ് ആയിട്ട് നമ്മുടെ ബി മാജിക് എല്ലാ ടോപ്പിക്സും റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് സെഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഈ കംഫർട്ട് സോൺ എന്നുള്ള സെഷൻ ഇത്രയും ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ ഇത്രയും ഫ്ലുവൻ്റ് ആയിട്ട് നല്ലൊരു പ്രസന്റേഷൻ എന്ന് പറഞ്ഞപ്പോൾ സാറിന് അറിയാൻ പറ്റും ഇത്രയും ആൾക്കാർ ഫീഡ്ബാക്ക് പറഞ്ഞതിലുണ്ട് സാറിന് കിട്ടിയിട്ടുണ്ടായിരിക്കും. എനിവേ സാറ് പറഞ്ഞ ഇതേപോലെ നല്ല നല്ല ടോപ്പിക്സുമായിട്ട് വേറെ ഒരുപാട് സെഷൻസ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സാറുടെ ലൈഫിൽ ഒരുപാട് ബ്ലെസ്സിങ്സും കാര്യങ്ങളും ഉണ്ടായിരിക്കട്ടെ. എനിവേ താങ്ക് യു സോ മച്ച്. അപ്പോ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്താലോ? ഓക്കെ മോളെ. ഓക്കെ, താങ്ക് യു സോ താങ്ക് യു മച്ച്. ഗോപിക. Thank you, sir. Thank you very much. Thank you all. Thank you very much. Thank you very much. Thank you, sir.